അയ്യോ അണ്ണാങ്കുര ക്ഷേത്രത്തിലെ ഒരു കച്ചേരി വേണമായിരുന്നു. അപ്പൊ ഈ കടമുണ്ട്, പാട്ടും പാടും, പിന്നെ ഈ ഭരതനാട്യം ഒപ്പം കിട്ടുമോ? കുതിരക്കാരാ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുതിര എവിടെ കിട്ടിയിരിക്കുന്നു? മസനഗുഡി വഴി ഊട്ടിക്ക് പോയിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പൊ ഈ മെനകെട്ടവന്റെ കുതിരയെ അവിടെ കാണാം. സന്ധ്യേ, എന്തോ എനിക്ക് എന്റെ മനസ്സ് നിറയെ എപ്പോഴും സന്ധ്യയാണ്. അന്നേരം നിനക്ക് പകലും രാത്രിയൊന്നും ഇല്ലേ? എന്തെങ്കിലും ഒരു സാധനം ചെയ്തു വരുമ്പോൾ ഇതുപോലുള്ള വേട്ടാവളിയന്മാരാണ് ഇന്ന് തകർക്കുന്നത്. ഉല്ലാസ് ഇത് തന്നെയല്ല അവരോടും കാണിക്കുന്നത്, അത് തന്നെ അവരും കാണിച്ച. അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? നമ്മുടെ കല്യാണ തലേന്ന് ബിനീഷ് ബാസ്റ്റിന്റെ ഒരു ഗാനമേള വെക്കാം. അയ്യോ വേണ്ടേ വേണ്ടേ. എന്താ എത്ര വർഷമായിട്ട് നീ ഇത് അനുഭവിക്കുന്നു, എന്നിട്ട് നിനക്ക് മാത്രം മടുത്തില്ല ഇത്? പാവല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം ബിനീഷ് ഡേഞ്ചർ ഗാനമേള. അപ്പൊ രണ്ട് ദുരന്തം ഒരുമിച്ചാവും, ഒരേ സമയം ഒഴിഞ്ഞു പോവല്ലോ. എന്നാ ചേട്ടാ, എനിക്ക് ചേട്ടനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാ പറ. എന്റെ അമ്മാവന്റെ മകൻ ഗോപിയുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താ? ഗോപി, എന്റെ അമ്മാവന്റെ മോനെ കല്യാണം ഉറപ്പിച്ചേക്കാ വീട്ടുകാര്. ഗോപിയായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം ഗോപി. അങ്ങനെ കൂട്ടിയാ മതി, മനസ്സിലായോ? ഇനി എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ സന്ധ്യയെ. എന്താ ഏട്ടാ? നിന്റെ വീട്ടിൽ വന്ന് നിന്നെ തട്ടിക്കൊണ്ടു പോകും ഞാൻ. അയ്യോ, എന്റെ അച്ഛനത് ഇഷ്ടാവൂല. എന്നാ അച്ഛനെ തട്ടിട്ട് നിന്നെ കൊണ്ടുപോകും ഞാൻ. നിങ്ങൾ ഇത്ര നീചനാണോ ചേട്ടാ? നിങ്ങളുടെ മനസ്സ് ഇത്ര വികൃതമാണോ? സഞ്ജയ്, മേനകയുടെ മുഖമുള്ള മങ്ങാമഹേഷ് നാടകം തകർത്തഭിനയിക്കുന്നുണ്ട് തട്ടിൽ. നിങ്ങളുടെ ഒപ്പം ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ജീവിക്കില്ല. വെറുത്തുപോയി. എനിക്ക് ലവള് പോയില്ലേ, എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനിത് തുറന്നു പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. തുറന്നു പറയണവരും ഇഷ്ടം. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ഈ കത്തിൽ ഇത് വായിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. ഞാനിതൊന്ന് വായിച്ചോട്ടെ? വായിച്ചോട്ടെ. വായിക്കട്ടെ. ശരി, പഠനകാര്യത്തിൽ പിന്നോട്ടാണല്ലോ, കുറെ നേരമുള്ള വായിക്കട്ടെ വായിക്കട്ടെ ചോദിക്കുന്നു. പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇത് പറയാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് പുഴക്കുന്ന ഈ ശങ്കറിനെ കൈയടിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ആക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുള്ള കാര്യം ചേട്ടാ. ഒരു സെക്കൻഡ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, കാരണം ചേട്ടന് ഇഷ്ടമെന്ന് പറഞ്ഞതെങ്കിൽ അമ്മാവന്മാരെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ അല്ലേ? ആ രണ്ട് കൈ ഒന്ന് എടുക്കൂ, ഫ്രീ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉല്ലാസിനെ ഞാൻ ആ രൂപം ഒന്നും കണ്ടില്ല, ശങ്കരേട്ടനെയാണ് ഞാൻ കണ്ടത്. സത്യമായിട്ട് നന്നായിട്ട്. അതേപോലെ ഷാലു അതുപോലെയായിരുന്നു കേട്ടോ. അസലായിട്ട് ചെയ്തു കേട്ടോ. ഷാലു, റിമൈൻഡ് യു സംതിങ്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് മുമ്പ് ക്ലാസിക്കൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഇടക്കാലം വെച്ച് എനിക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് ഡാൻസിന്റെ 2-3 സ്റ്റെപ്സ് എങ്കിലും വെക്കുന്ന ഇപ്പൊ ഈ സ്റ്റാർ മാജിക് ഫ്ലോറിൽ വന്നിട്ട് ചേച്ചിയുടെ പാട്ട് വെച്ചിട്ടാണ്. എന്റെ പാട്ട് തന്നെ എടുത്ത് അതിന് ചെയ്തതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഓക്കെ.